ഇടുക്കിയിലെ പുല്ലുപാറയ്ക്ക് സമീപമായിരുന്നു പുലർച്ചെ 6:15 KSRTC ബസ് മറിഞ്ഞത്. തഞ്ചാവൂരിൽ നിന്ന് യാത്ര കഴിഞ്ഞ് വരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. 3 പേരുടെ മരണം നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു മരണം കൂടി സംഭവിച്ചു എന്നതാണ് ഏറ്റവും സങ്കടകരമായ വിവരം. മാവേലിക്കരയിൽ നിന്ന് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ യാത്ര തിരിച്ച് സന്ദർശനമൊക്കെ കഴിഞ്ഞ് കമ്പം തേനിയൊക്കെ സന്ദർശിച്ച് മടങ്ങി വരുന്ന വേളയിലാണ് ഇങ്ങനെയൊരു അപകടവും 4 പേരുടെ ജീവൻ അപഹരിക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായത്. അരുൺ ഹരി, രമാ മോഹൻ, സംഗീത് എന്നിവരാണ് മരിച്ചത്. കുട്ടികൾ ഉൾപ്പെടെ 34 പേരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായിട്ട്. ജെയിൻ, സങ്കടകരമാണല്ലേ? ഒരാളുടെ കൂടി മരണം, മാവേലിക്കര സ്വദേശിയായി സിന്ധു, 59 വയസ്സ്. അങ്ങനെ 4 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. മറ്റാർക്കെങ്കിലും ഗുരുതരമായ സ്ഥിതി ഉണ്ടോ ജെയിൻ? പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്നത്. 2 പേർക്ക് കൂടി സാരമായിട്ടുള്ള പരിക്കുണ്ട്. അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതടക്കമുള്ള നടപടികൾ ഇപ്പോൾ ചെയ്തു വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു മരണം കൂടിയാണ് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതോടെ മരണസംഖ്യ 4 ഉയർന്നിട്ടുണ്ട്. മാവേലിക്കര സ്വദേശി ബിന്ദു ആണ് മരിച്ചിരിക്കുന്നത്. നേരത്തെ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇവരുടെ മൃതദേഹം മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുണ്ടക്കയത്തെ ആശുപത്രിയിൽ 20 പേരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. 2 പേര് പീരുമേട് താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ പലരെയും മെഡിക്കൽ കോളേജിലേക്കും പാലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് ബിബീഷ്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവരുടെ ആരോഗ്യസ്ഥിതി എന്തെന്ന് ഡോക്ടർമാർ പരിശോധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുടെ ആരോഗ്യനില, അവരുടെ CT സ്കാനും മറ്റ് സ്കാനുകളും എക്സ്റേയും ഒക്കെ എടുത്ത് പരിശോധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇന്ന് 6:15 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. മാവേലിക്കരയിൽ നിന്ന് KSRTC സംഘടിപ്പിക്കുന്ന പാക്കേജ് വിനോദയാത്രയുടെ ഭാഗമായിട്ടാണ് ഇവർ തഞ്ചാവൂരിലേക്ക് പോയത്. ഇന്നലെയാണ് പോയത്. അതിനുശേഷം ഇന്ന് രാവിലെ മടങ്ങി വരുന്നതിനിടയിലാണ് കുട്ടിക്കാനത്തിനും പെരുവന്താനത്തിനും ഇടയിലുള്ള പുല്ലുപാറ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ഇത് 20 അടി താഴ്ചയിലേക്ക് മറിയുകയും ചെയ്തത്. ഈ ഭാഗത്ത് ഇതിൽ കൂടുതൽ താഴ്ചയുള്ള പ്രദേശമാണ്. പക്ഷേ വാഹനം മരത്തിൽ തടഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഇതിലും വലിയ ഒരു ദുരന്തം ഒഴിവായത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ വാഹനം ബസ് തല കുത്തനെ മറിഞ്ഞു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകൾ നമുക്ക് നൽകുന്ന വിവരം. സ്വാഭാവികമായും യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ തെറിച്ചു പോയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റവരുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അവർ വടവും മറ്റും കെട്ടി താഴേക്ക് ഇറങ്ങി ഈ ആളുകളെ പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് 55 വയസ്സുള്ള രമാമോഹൻ, 40 വയസ്സായ അരുൺ ഹരി, 45 വയസ്സുള്ള സംഗീത്, 59 വയസ്സുള്ള സിന്ധു. അങ്ങനെ 4 പേരുടെ മരണമാണ് ഈ അപകടത്തിൽ സംഭവിച്ചിരിക്കുന്നത്. 2 പേരുടെ നില കൂടി ഗുരുതരമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും പാലയിലെ ആശുപത്രിയിലേക്കുമൊക്കെയാണ് ഗുരുതരാവസ്ഥയിലുള്ളവരെ മാറ്റുന്നത്. മറ്റുള്ളവർ അവിടുത്തെ തന്നെ ആശുപത്രികളിൽ ചികിത്സയിലുമാണ് ഉള്ളത്.